ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കാബേജ് വടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഇത്. കഴിക്കുമ്പോൾ ആരും കാബേജ് വടയാണെന്ന് പറയില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്സ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള കാബേജ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് കാബേജ് കൊണ്ടുണ്ടാക്കിയ വടയാണെന്ന് പറയേയില്ല. പെട്ടെന്ന് നോക്കിയാൽ ഉള്ളിവടയാണെന്നേ പറയും. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/3 കപ്പിൽ 2 കപ്പ് കടലമാവാണ് ഇടുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർക്കുന്നുണ്ട്. ഞാൻ മറ്റേ അരിൻ്റെ പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇതിന് 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനാണ് കണക്കായിട്ട് ഇൻഗ്രീഡിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. പക്ഷേ കടലപ്പൊടി കൂടുതലായി ചേർക്കരുത്. എല്ലാം ഒന്ന് കോട്ടായി നിൽക്കുന്ന രീതിയിലേ കടലപ്പൊടി ചേർക്കാവും. കൂടുതൽ കടലപ്പൊടി ചേർത്താൽ നമ്മൾ ഈ സ്നാക്സിന് ഈ വടക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഒന്ന് കോട്ടായിരിക്കണം. ഈ ഒരു രീതിയിൽ ചേർത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് നുള്ളിയിടാൻ പാകത്തിനുള്ള ആവശ്യത്തിന് വെള്ളം ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വട റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഓയിൽ അടുപ്പിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നോരോ നമ്മളെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വല്ലാതെ അങ്ങ് ഗോൾഡൻ കളർ ആവണ്ട, ഒരു മീഡിയം സൈസിൽ ഗോൾഡൻ കളർ ആയാൽ മതി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു ഭാഗം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാബേജ് വട റെസിപ്പിയാണ്. ഇത് കഴിക്കുമ്പോൾ ആരും പറയില്ല ഇത് കാബേജ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 8 ഉള്ളി വേണം. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി ഉള്ളിയൊക്കെ ലാഭിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം ഗോൾഡൻ കളർ. അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഒന്ന് മാറ്റിപ്പിടിച്ച് ഇതുപോലെ സവാള വട ഉണ്ടാക്കുക. നമുക്ക് സവാള ലാഭിക്കാം. നമുക്ക് ഒരു 4-5 പേർക്ക് ഉള്ളിവട ഉണ്ടാക്കണമെങ്കിൽ ഒരു 7 സവാളയെങ്കിലും വേണം. ഇതാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 സവാളയെ ചേർത്തിട്ടുള്ളൂ.
അത് നിങ്ങളിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതെങ്കിലും ഒരു സവാള തന്നെ ധാരാളമാണ്. അത് നമ്മളൊരു ആ സവാളേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അതൊന്നും ചേർക്കണ്ട. കണ്ടില്ല, നല്ല ക്രിസ്പിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിത് മയോണൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഇനി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.